നമസ്കാരം. കെ.എസ്.ആർ.ടി.സി വനിതാ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് സർക്കാർ ആകെ സാമ്പത്തിക പ്രതിസന്ധിയിൽ അലയുകയാണ്. സംഭവത്തിൽ കെ.എസ്.ആർ.ടി.സിക്ക് പണം നൽകുന്നത് സംബന്ധിച്ച് സർക്കാരിൽ ധാരണയിലെത്തിയിരിക്കുകയാണ്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വഴി ഓവർ ഡ്രാഫ്റ്റ് നൽകാനാണ് ധാരണയായിരിക്കുന്നത്. 6 മാസത്തേക്ക് സർക്കാർ ഗ്യാരണ്ടിയിലാണ് ഓടി അനുവദിക്കുക. ദിവസേന ശരാശരി 2.5 കോടി രൂപയാണ് കെ.എസ്.ആർ.ടി.സിക്ക് വരുമാന നഷ്ടം വരുന്നത്. അതേസമയം സ്ത്രീകൾക്ക് തിരുവനന്തപുരം ജില്ലയിൽ കൂടുതൽ ഓർഡിനറി ബസ്സുകൾ വരും. ഫാസ്റ്റ് പാസഞ്ചർ മാത്രമുള്ള റൂട്ടുകളിലാണ് ഈ ബസ്സുകൾ അനുവദിക്കുകയെന്നാണ് പുതിയ വിവരം. ജീവനക്കാർക്കുള്ള കളക്ഷൻ ഡാറ്റ ദിവസേന വിതരണം ചെയ്യാനും ആലോചനയിലുണ്ട്. കെ.എസ്.ആർ.ടി.സി പ്രിയദർശിനി പദ്ധതി കാരണം വരുമാന നഷ്ടം നേരിടുന്നതിൽ പ്രതിഷേധിച്ച് വയനാട്ടിൽ തിങ്കളാഴ്ച സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിയിരുന്നു. കെ.എസ്.ആർ.ടി.സിയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പാക്കിയതോടെ യാത്രക്കാരില്ലാതെ സ്വകാര്യ ബസ് മേഖല തകർന്നെന്നും സർക്കാർ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സംയുക്ത ട്രേഡ് യൂണിയനും ബസ് ഉടമകളും ചേർന്നുള്ള തിങ്കളാഴ്ചത്തെ സൂചന സമരം. ജൂലൈ 1 മുതൽ ബസ്സുകൾ സർവീസ് പൂർണ്ണമായും നിർത്തിവെക്കും. പ്രതിദിനം ഓരോ ബസ്സിനും 5000 രൂപ വരെ നഷ്ടം നേരിടുന്ന സാഹചര്യത്തിലാണ് സർവീസ് നിർത്തിവെക്കുന്നതെന്നാണ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റർ അസോസിയേഷൻ വ്യക്തമാക്കുന്നത്. കനത്ത നഷ്ടം നേരിടുന്ന റൂട്ടുകളിലെ ബസ് സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനാണ് മോട്ടോർ വാഹന വകുപ്പിന് ജി-ഫോം നൽകി തുടങ്ങി. ആകെയുള്ള 420 ബസ്സുകളിൽ 300-ലധികം ബസ്സുകൾ ഇതിനോടകം തന്നെ ജി-ഫോം നൽകി കഴിഞ്ഞു. ജി-ഫോം നൽകിയാൽ ആ കാലയളവിൽ നികുതി അടയ്ക്കേണ്ടതായി വരില്ല. 1 വർഷ കാലയളവിലേക്കാണ് ജി-ഫോം നൽകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ബസ് ഓടിയാൽ നഷ്ടമാണ് നേരിടുന്നതെന്നും കിട്ടുന്ന വരുമാനം ഇന്ധനം നിറയ്ക്കാൻ മാത്രമേ തികയുന്നുള്ളൂ എന്നാണ് ബസ് ഉടമകളുടെ ന്യായം. സ്വകാര്യ ബസ് പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണമായിരുന്നു. യാത്രാക്ലേശം രൂക്ഷമാവുകയും പ്രധാന റൂട്ടുകളിൽ രാവിലെയും വൈകിട്ടും കെ.എസ്.ആർ.ടി.സി ബസ്സുകളിൽ തിരക്കേറിയിരുന്നു. പണിമുടക്കിനൊപ്പം തൊഴിലാളികളും ബസ്സുടമകളും കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തു. കളക്ടറേറ്റ് ധർണ നടക്കുന്നതിനിടയിൽ ദേശീയപാതയിലൂടെ കെ.എസ്.ആർ.ടി.സി ബസ്സുകൾ കടന്നു പോകുമ്പോൾ പ്രതിഷേധക്കാർ കൂകി വിളിച്ചിരുന്നു. എന്തായാലും ബസ്സിന് മുൻപിലേക്ക് വന്നവരെ പോലീസ് പിടിച്ചു മാറ്റുകയും ചിലർ മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തു. നേതാക്കൾ ഇടപെട്ടാണ് അനുനയം നടത്തിയത്. സ്വകാര്യ ബസ് ഉടമകളും തൊഴിലാളികളും അണിനിരന്ന പ്രകടനത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗത തടസ്സമുണ്ടായി. പോലീസ് ഇടപെട്ടാണ് വാഹനങ്ങളെ കടത്തിവിട്ടത്. സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കുക, കെ.എസ്.ആർ.ടി.സിയുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കുക, വിദ്യാർത്ഥികൾ ബസ് ചാർജ് വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കളക്ടറേറ്റിലെ മാർച്ച് നടത്തിയത്. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റർ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നു നേതൃത്വം നൽകിയത്. എന്തായാലും പ്രൈവറ്റ് മേഖലയെ തകർക്കാനുള്ള സർക്കാരിന്റെ ഈ നിലപാടിനെതിരെ പ്രതിഷേധം രൂക്ഷമാവുകയാണ്.